ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ മാസ്ക് വെച്ചിട്ട് നമ്മൾ 2 റിങ്ങാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഒറ്റൊരു മാസ്ക് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ പറയാനുള്ളത്, യൂസ് ചെയ്ത മാസ്ക് ആണെങ്കിൽ സാനിറ്റൈസ് ചെയ്തിട്ട് മാത്രം റീയൂസ് ചെയ്യുക. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. ഈ ഒരു മാസ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ നമ്മൾ മൂക്കിൻ്റെ ആ ഒരു ഇത് വരുന്ന ഭാഗത്ത് അവിടെ ഒരു ചെറിയൊരു വയറുണ്ട്. അപ്പോൾ ആ വയറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ വയറ് ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ മാർക്കർ വെച്ചിട്ട് നമ്മുടെ ഫിംഗറിൻ്റെ അളവിൽ നമുക്ക് ഏത് സൈസിലാണോ റിങ് വേണ്ടത് ആ ഒരു സൈസിൽ ഞാൻ ഈ ഒരു വയറ് കട്ട് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു വയറ് നല്ല ഫ്ലെക്സിബിളാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഒടിച്ചെടുക്കാനൊക്കെ പറ്റും. അപ്പോൾ എനിക്ക് വേണ്ടുന്ന ഒരു അളവിൽ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ നിങ്ങൾക്ക് സെല്ലോ ടേപ്പ് എടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ സൂപ്പർ ഗ്ലൂ ഒക്കെ എടുക്കാം. ഞാനിപ്പോൾ ആണ് എടുക്കുന്നത്. അത് വെച്ചിട്ട് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു മാർക്കറിൻ്റെ മേലെ വെച്ചിട്ട് തന്നെ അതിനെ ഒന്ന് ബൈൻഡ് ചെയ്യിപ്പിക്കുക. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മളെ ആ ഒരു റിങ്ങിൻ്റെ സൈസ് മാറിപ്പോവില്ല, റൗണ്ട് റിങ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇനി ഞാൻ ഇതിൻ്റെ മുകളിൽ ഒരു സ്റ്റോണാണ് വെക്കുന്നത്. അപ്പോൾ ഞാനൊരു ഓറഞ്ച് കളർ സ്റ്റോണ് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അത് ഫിക്സ് ചെയ്യുന്നത് ആ നമ്മൾ റിങ് ഉണ്ടാക്കിയ ആ ഒരു ജോയിൻറ്റില്ലേ അവിടെയാണ് ഫിക്സ് ചെയ്യുന്നത്. നമ്മുടെ റിങ് റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന റിങ്ങാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് റിങ് നോക്കാം. അപ്പോൾ ഈ ഒരു സ്ട്രിപ്പിൻ്റെ തന്നെ ബാക്കി വന്നിട്ടില്ലേ, അതിനെ കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് കുഞ്ഞു കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ 2 റിങ് പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇതിപ്പം ഒരെണ്ണം ചെറുതും ഒരെണ്ണം വലിയവർക്കും ഉള്ളതാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ ഈ ചെറുത് ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ റൗണ്ട് ഷേപ്പാക്കി എടുക്കുക. ഒന്നുകിൽ നിങ്ങൾക്ക് ഇതിനെ നേരത്തെ ചെയ്ത പോലെ ഒരുമിച്ച് ഒട്ടിച്ച് വെക്കാം. ഇപ്പം ഞാൻ കുറച്ചൊരു സൈസ് കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് എൻ്റെ ആ വിരലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് സ്പേസ് വേണ്ടുന്നത് കൊണ്ട് ഞാൻ ഒരു മെഡിസിൻ റാപ്പർ എടുത്തിട്ട് ഇതുപോലെ ഒരു റിങ് ബേസ് ഉണ്ടാക്കുകയാണ്. അപ്പം മെഡിസിൻ റാപ്പറിൻ്റെ ആ ഒരു സിൽവർ കളർ വരുന്ന ഭാഗമില്ലേ, ആ ഒരു ഭാഗം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഒരു ഓവൽ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഞാൻ ഈ ഒരു ബേസ്, അതായത് ഈ ഒരു മെഡിസിൻ റാപ്പറിൻ്റെ പീസ് ഈ ഒരു റിങ്ങിൻ്റെ മേലെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒരു സ്പേസ് കിട്ടും. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവമാണ് കിട്ടുക. അപ്പം ഇതിനി നമുക്ക് വിരലിലിട്ടിട്ട് ഷേപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിനെ മേലെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു റോസ് റെഡിയാക്കാം. അപ്പോൾ ആ റോസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ മാസ്കിൻ്റെ തന്നെ ആ ഒരു ബ്ലൂ കളറും വൈറ്റ് കളറും, മാസ്ക് 3 ലെയർ അല്ലേ, അപ്പോൾ അതിൻ്റെ ഏറ്റവും മേലത്തെ ആ ഒരു ലെയറും താഴത്തെ ലെയറും, അതായത് ഇതുപോലത്തെ സോഫ്റ്റ് ആയിട്ടുള്ള 2 ലെയറാണ് ഞാൻ എടുത്തത്. പിന്നെ ഞാൻ ജസ്റ്റ് ആ ഒരു ബ്ലൂ മാത്രമേ എടുത്തുള്ളൂ.
അപ്പോൾ ആ ബ്ലൂവിനെ ഇതുപോലെ ഒരു സ്ട്രിപ്പ് കട്ട് ചെയ്തിട്ട് ആ സ്ട്രിപ്പ് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കണം. എന്നിട്ട് റൗണ്ട് ഷേപ്സ് കട്ട് ചെയ്യാനാണ്. ഇനി ഈ ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു സർക്കിളിനെ ജസ്റ്റ് ഒരു കുഞ്ഞ് കട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ റൗണ്ടായിട്ട് ചുരുട്ടിയെടുക്കണം. അപ്പോൾ നമുക്ക് ചെറിയൊരു ഫ്ലവറിൻ്റെ ഷേപ്പ് കിട്ടും. ഇതുപോലെ ബാക്കി എല്ലാത്തിനെയും ഇതുപോലെ ഇങ്ങനെ ലെയർ ചെയ്ത് എടുക്കണം. ഇനി നമ്മൾ ആ ഒരു ഫ്ലവറിനെ ഈ ഒരു ബേസിൻ്റെ മുകളിലേക്ക് ഒട്ടിച്ച് കൊടുക്കുകയാണ്. വേണമെങ്കിൽ ആ ഒരു ഫ്ലവർ നമ്മളിപ്പോൾ റൗണ്ടായിട്ടല്ലേ കട്ട് ചെയ്തത്, അപ്പോൾ അതിന് പകരം ഇങ്ങനെ ഫ്ലവറിൻ്റെ പെറ്റൽസിൻ്റെ ഷേപ്പിലും കട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫ്ലവർ ഇവിടെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്, അത് നെറ്റ് ആയതുകൊണ്ട്. ഇനി ഇതിന് കുറച്ചും കൂടെ ഒരു ഭംഗി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ മിഡിലായിട്ട്, അതായത് ഇത് വൈറ്റ് റിംഗ് ആണല്ലോ, അപ്പോൾ അതിൻ്റെ മേലെ ഞാനൊരു കുഞ്ഞ് ബീഡാണ് വയ്ക്കുന്നത്. ഒരു വൈറ്റ് ബീഡാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ വെച്ചാൽ മതി. നിങ്ങളുടെ ഫ്ലവറിൻ്റെ ആ ഒരു ഷേപ്പ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതും കൂടെ വെച്ചപ്പോൾ നല്ലൊരു ഗ്രാൻഡ് ലുക്ക് ഉണ്ട്. ശരിക്കും നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ലൈക്ക് ചെയ്യണം. അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ഈ തരുന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്.